PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നും നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡെയിലി നമ്മൾ 2 ക്ലാസ്സുകളാണ് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടി ചെയ്യുന്നത്. കൂടാതെ കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സും രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും ലൈവായിട്ട് നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ എ ആണ്, മേൽമുണ്ട് കലാപം. ബാക്കി സർവമത സമ്മേളനം, SNDP, അരുവിപ്പുറം പ്രതിഷ്ഠ ഇതെല്ലാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. വിവരാവകാശ നിയമം സംബന്ധിച്ച തെറ്റായ കാര്യം ഏത്? തെറ്റായ കാര്യം ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. കാരണം ഇതെല്ലാം ശരിയാണ്. 2005 നിലവിൽ വന്നു. 30 ദിവസത്തിനുള്ളിൽ, അല്ലെ, നമ്മളൊരു വിവരം അറിയാൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പാണ്. ഇതെല്ലാം ശരിയാണ്. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേരാണ് ഗെസ്റ്റപ്പോ. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്? ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് വിഷുവം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകമാണ് മില്ലിബാർ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏത്? ഇന്ത്യയിൽ അനുഭവപ്പെടാത്തത് ഫൊന്നാണ്. ബാക്കി കാൽബൈശാഖി, മാംഗോ ഷവർ, ലൂ ഇതെല്ലാം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്നത് ICDS ആണ്. ഓക്കെ, ICDS. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവും അല്ലാത്ത വസ്തു? നല്ലൊരു താപചാലകമാണ്, എന്നാൽ വൈദ്യുത ചാലകം അല്ലാത്ത വസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മൈക്ക. നല്ലൊരു താപചാലകമാണ്, എന്നാൽ വൈദ്യുത ചാലകം അല്ല. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിൽ അറിയപ്പെടുന്നു? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രൊഡ്യൂസർ ഗ്യാസ്. മഴവെള്ളത്തിന്റെ pH മൂല്യം? മഴവെള്ളത്തിന്റെ pH മൂല്യം 5.6 ആണ് കേട്ടോ, 5.6. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു? ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തുവാണ് കാൽഷ്യം ബൈകാർബണേറ്റ് കേട്ടോ, കാൽഷ്യം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം? താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകമാണ് സിൽവർ എന്ന് പറയുന്നത്, സിൽവർ. അടുത്തത്, AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം? AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് റക്റ്റിഫയർ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ഉൽപ്രേരകം? സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് V2O5, വനേഡിയം പെന്റോക്സൈഡ്. മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി ബാറ്, ടോറ്, പാസ്കൽ ഇത് 3 മർദ്ദത്തിന്റെ യൂണിറ്റുകളാണ്. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? മാർച്ച് 24 പ്രത്യേകത ലോക ക്ഷയരോഗ ദിനമാണ്. ലോക ക്ഷയരോഗ ദിനം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1978 രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് സർപ്പഗന്ധിയിൽ നിന്നാണ് കേട്ടോ. സർപ്പഗന്ധി, ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, റിസർപ്പിൻ, സർപ്പഗന്ധി.
നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം, മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2 ആണ്, 2. താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കര ഇനം കൗമുദിയാണ് കേട്ടോ, കൗമുദിയാണ് പടവലത്തിന്റെ സങ്കര ഇനം. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം, ട്രിപ്പിൾ വാക്സിൻ അല്ലെങ്കിൽ DTP നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗമാണ് ഇൻഫ്ലുവൻസ. ബാക്കി ടെറ്റനസ്, വില്ലൻ ചുമ, ഡിഫ്തീരിയ ഇതിനെല്ലാം നമ്മൾ DTP വാക്സിൻ നൽകാറുണ്ട്. കീമോതെറാപ്പിയുടെ പിതാവ് ആര്? കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ആണ്, പോൾ എർലിക്. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ, ടോക്കോഫെറോൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബംഗളൂരു ആണ്, ബംഗളൂരു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്നത് എത്ര ഡെസിബലിൽ കൂടുമ്പോഴാണ്? 120 ഡെസിബലിൽ കൂടുമ്പോഴാണ്. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് ഘർഷണബലം കുറയ്ക്കാൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, വേഗം. ബാക്കിയെല്ലാം എന്താണ്? സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം ഇതെല്ലാം സദിശ അളവുകളാണ്. വേഗം എന്ന് പറയുന്നത് അദിശ അളവാണ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? വശകത എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് വശകത എന്ന് പറയുന്നത്. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്ത്? ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് നിറമാണ്. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആര്? ജീവികളെ 5 കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തത് റോബർട്ട് എച്ച് വിറ്റാഗർ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ADH കേട്ടോ, ADH. എക്സിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏത്? എക്സിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്ക് ഒരു ഇൻസിറ്റീവ് കൺസർവേഷൻ ആണ്. അടുത്തത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആര്? സൈലന്റ് സ്പ്രിംഗ് രചിച്ചത് റേച്ചൽ കഴ്സൺ ആണ്. സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണ്? 75 മീറ്ററിൽ കൂടുതലുള്ളത് മലനാടാണ്, മലനാട്. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏത്? മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ്, പൂക്കോട്ടൂർ യുദ്ധം. ഉത്തരം ഓപ്ഷൻ ഡി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? നിബന്ധമാല രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ മറാത്തി ഭാഷയിലാണ്, മറാത്തി ഭാഷ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാവുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്? ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്, ഒഡീഷ. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം? ലോക വ്യാപാര സംഘടന സ്ഥാപിതമാവുന്നത് 1995. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? സ്വയം തൊഴിൽ പദ്ധതി സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 25 മുതൽ 28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
കേരള ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആലപ്പുഴയിലാണ്. ആലപ്പുഴ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏത്? ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അടുത്തത് ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലം ഏതാണ്? ടോണോപ്ലാസ്റ്റ് ആണ് കേട്ടോ. ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നതാണ് ടോണോപ്ലാസ്റ്റ്. താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏതാണ്? ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകമാണ് ധാതുക്കൾ. ധാതുക്കൾ. KASP വിപുലീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ ബി ആണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് KASP. പാപ്സ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ്? പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഗർഭാശയമുഖ അർബുദം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. വിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷൻ 2020 എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ബ്ലൈൻഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുജീവി. മലമ്പനിക്ക് കാരണമാവുന്നത് പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആൾ ആരാണ്? ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. ബംഗാളിനെ രണ്ടായി വിഭജിച്ചത് കഴ്സൺ പ്രഭു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതാരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. കേരള സംസ്ഥാന രൂപീകരണം ഓപ്ഷൻ എ ആണ്. 1956 നവംബർ 1. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാ? പഴശ്ശിരാജ. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഓപ്ഷൻ ഡി 1946. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. കേരളം ഒരു ഭ്രാന്താലയം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദി. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത്. നിയമവാഴ്ച എന്നാൽ എന്താണ്? നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? ആസൂത്രണ മാതൃക എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റേതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ആണ്. കനത്ത വ്യവസായം, വലിയ ഡാമുകളുടെ നിർമ്മാണം എന്നിവ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ആര്യഭട്ടയാണ്. ആര്യഭട്ട. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ ആരെഴുതിയതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ONV കുറുപ്പിന്റെ വരികളാണ്. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ്? ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ലാത്തത് വയലാർ രാമവർമ്മയ്ക്കാണ്. MT വാസുദേവൻ നായർ, G ശങ്കരക്കുറുപ്പ്, അക്കിത്തം എന്നിവർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ജീവകം K ആണ്. K. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ഡയഫ്രം എന്ന് പറയുന്നത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം. വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്നത് വനവിഭവങ്ങളുടെ വിപണനം. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്?
ശ്വാസകോശത്തെയാണ് COVID-19 നേരിട്ട് ബാധിക്കുന്നത്. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യയിൽ ചായ എത്തിയത് ചൈനയിൽ നിന്നാണ്. ചൈന. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. നമുക്ക് രണ്ട് ഉത്തരം അല്ലെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ PSC തന്നിട്ടുണ്ടായിരുന്ന ഉത്തരം അപവർത്തനമാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ നമുക്ക് അപവർത്തനവും പ്രകീർണനവും തന്ന സമയത്ത് ഉത്തരം PSC തന്നത് പ്രകീർണനമാണ്. നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഓപ്ഷൻ സി രാസോർജമാണ്. രാസോർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി സംവഹനമാണ്. സംവഹനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകമാണ് ബ്യൂട്ടെയിൻ. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി UN ആചരിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ആചരിച്ചത് 2019 താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഈ പറയുന്ന 3 മലേറിയ, മന്ത്, സിക്ക വൈറസ് 3 കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്